السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. കമന്റ് ബോക്സിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്, എഴുതി അറിയിച്ചവരുണ്ട്, വാട്സപ്പ് വഴി ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്, ഫോൺ വഴി ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരുടെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ പൂവണിയിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്, മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ്, അവർ തക്കതായ പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, തക്കതായ പ്രതിഫലം അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, ഇരു വീട്ടിലും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. റജബ് മാസത്തിലെ ഓരോരോ ദിനരാത്രങ്ങൾ, പുണ്യമാക്കപ്പെട്ട ഓരോരോ ദിനരാത്രങ്ങൾ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ധാരാളം ദിക്റുകൾ നമ്മൾ മുന്നേയുള്ള മജ്ലിസിൽ ചർച്ച ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പുണ്യമാക്കപ്പെട്ട ഈ ദിക്ർ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയ വലിയ നേട്ടങ്ങൾ. ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ, ഈ പുണ്യമാക്കപ്പെട്ട ഇസ്മ ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. കാരണം ഇത് അത്ഭുതകരമായ ഒരു ദിക്റാണ്. ഈ ദിക്ർ ഇതൊരു അത്ഭുതകരമായ ദിക്റാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, അത്ഭുതകരമായ ദിക്റാണ്. ഇത് പറയാനുള്ള കാരണം അല്ലാഹുവിൻ്റെ അർശ് വരെ കുലുങ്ങുന്ന അത്ഭുതകരമായ ദിക്ർ, അല്ലാഹുവിൻ്റെ അർശ് വരെ കുലുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന അത്ഭുതകരമായ ദിക്റാണ് ഈ ദിക്ർ. എന്താണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ അർശ് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണ് ഉസ്താദേ? ഉസ്താദ് പലപ്പോഴായിട്ട് തങ്ങൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഉസ്താദുമാർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അർശ്? എന്താണ് അല്ലാഹുവിൻ്റെ അർശ്? എന്താണ്? അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ അർശ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വലിയൊരു മരുഭൂമിയിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന, നിങ്ങളുടെ വിരലുകളിൽ കിടക്കുന്ന മോതിരമുണ്ടല്ലോ, ആ മരുഭൂമിയിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ആ മരുഭൂമിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മോതിരം ഭൂമിയും ബാക്കിയുള്ള ഭാഗങ്ങളാണ് അർശ്. അപ്പൊ അർശിന്റെ അത്ര വലുപ്പങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ കാണാൻ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, മനസ്സിൽ കാണുക അർശിന്റെ വലുപ്പം എത്രയാണ്. ആ അർശിനെ വരെ, അല്ലാഹുവിൻ്റെ സൃഷ്ടിയായ അർശിനെ വരെ കുലുക്കാൻ പാകത്ത ഒരു ഇസ്മാണ്. ഒരു ഇസ്മ മാത്രമല്ല, ഒരു 3 ഇസ്മ കൂടി ചേർന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്.
ഇസ്മുകൾ കൂടി ചേർന്ന ഒരു ഇസ്മിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഇസ്മു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി നിങ്ങൾ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്താൽ അർശ് വരെ കുലുങ്ങും. അർശ് കുലുങ്ങും. അർശ് കുലുങ്ങുന്നത് കണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മലായികത്തിങ്ങളോട് ചോദിക്കും, മലക്കുകളെ എന്താണ് അർശ് കുലുങ്ങുന്നത്? അർശ് എന്താണ് കുലുങ്ങുന്നത്? അപ്പം മലക്കുകൾ പറയും, ഭൂമിയിലുള്ള ഭൂമിന്റെ ദുനിയാവിലുള്ള ഒരു മനുഷ്യൻ നിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്. അല്ലാഹുവേ അവന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് മലക്കുകൾ അല്ലാഹുവിനോട് പറയുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഇസ്മ നമ്മൾ പായാക്കി കളഞ്ഞാൽ നമുക്ക് തന്നെയാണ് മുഅ്മിനീങ്ങളെ നഷ്ടം. അത്രയും പവർഫുള്ളായ ഇസ്മ. ആ ഇസ്മ അർശ്, അല്ലാഹുവിൻ്റെ അർശ് കുലുങ്ങുന്നത് കണ്ട് അല്ലാഹു മലായികത്തിങ്ങളോട് ചോദിക്കും, എന്താണ് അർശ് കുലുങ്ങാനുള്ള കാരണം? അപ്പം മലക്കുകൾ പറയാണ്, ദുനിയാവിലുള്ള ഇന്നാലിന്റെ മനുഷ്യൻ, ഇപ്പൊ ഈ മജ്ലിസ് കണ്ട് സൈനബ ചൊല്ലാണ്, അല്ലെങ്കിൽ ഫാത്തിമ ചൊല്ലാണ്, അല്ലെങ്കിൽ മുഹമ്മദ് ചൊല്ലാണ്, അബൂബക്കർ ചൊല്ലാണ്. അപ്പൊ അല്ലാഹുവിനോട് പറയും, അബൂബക്കറും അബൂബക്കറിന്റെ കുടുംബവും, ഭൂമിയിലുള്ള അബൂബക്കറിന്റെ കുടുംബവും അല്ലാഹുവേ നിന്റെ ഇസ്മ ചൊല്ലിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നിന്നോട് തേടുന്നു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറയുമത്രേ. എന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല, സയ്യിദിയ മജ്ലിസിലെ തങ്ങൾ പറഞ്ഞതല്ല. എൻ്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അത്രയും മഹത്താക്കപ്പെട്ട ഇസ്മ. പായാക്കണോ? നമുക്ക് പായാക്കണം. മുഅ്മിനീങ്ങളെ, പായാക്കല്ലേ. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലണേ. എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം അവൻ പറയേണ്ടത് ഈ ഇസ്മ? എത്ര പ്രാവശ്യമാണ് ചൊല്ലി ദുആ ചെയ്യേണ്ടത്? 15 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 15 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ പറഞ്ഞുകൊണ്ട് നീ ദുആ ചെയ്യ്. ഈ ഇസ്മ അതുമാത്രമല്ല, ഇസ്മിന്റെ മഹത്വം മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ എഴുതപ്പെട്ട ഇസ്മ. പോരാ, പോരിശ കഴിഞ്ഞിട്ടില്ല. ആ ഇസ്മിന്റെ പോരിശ കഴിഞ്ഞിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ എഴുതപ്പെട്ട ഇസ്മ. പിന്നെയോ മലായികത്തീങ്ങൾ എപ്പോഴും സ്ഥിരമാക്കുന്ന, പറയുന്ന, ചൊല്ലുന്ന ഇസ്മ. ഇത് ഞമ്മക്ക് ചൊല്ലിക്കൂടെ മുഅ്മിനീങ്ങളെ? നിസ്സാരമാണ്. ചെറിയൊരു ഇസ്മാണ്. ചെറിയ 2-3 ഇസ്മുകൾ ചേർത്ത ഒരു ഇസ്മിനെയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഒരു ദിക്റിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ചൊല്ലാം. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചൊല്ലിയാൽ അർശിങ്ങനെ കുലുങ്ങും. അർശിനെങ്ങനെ കുലുക്കാൻ കഴിയുന്ന ദിക്റാണ്, ഇസ്മാണ്. അർശിനെ കുലുക്കാൻ കഴിയുന്ന ഇസ്മ. അതുകൊണ്ട് അല്ലാഹുവിന്റെ തേട്ടം അല്ലാഹു സ്വീകരിക്കും. വെറുതെ ചൊല്ലിയാൽ പോരാ. അങ്ങനൊന്നും അർശ് കുലുങ്ങൂല. വെറുതെ ചൊല്ലിയാൽ പോലെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി, നിന്റെ ഇഖ്ലാസിന്റെ അളവ് എത്രയുണ്ടോ അത്ര തൂക്കത്തിൽ ഇൻഷാ അല്ലാഹ് നിന്റെ കാര്യങ്ങൾ, നിന്റെ മുറാദുകൾ അല്ലാഹു ഹസ്സനാക്കി തരും. ഇഖ്ലാസോടുകൂടി നമ്മളെ കാര്യം, ഞാൻ എത്രയും പ്രയാസത്തിലാണ്, ഞാൻ ഇത്രയും വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ച്, എൻ്റെ മകൻ്റെ കാര്യം ആലോചിച്ച്, മകൻക്ക് ഖൈറായ ജോലി ലഭിക്കുന്നില്ല, അവൻ്റെ പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഒറ്റക്കിരുന്നു കൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു 15 പ്രാവശ്യം ദിവസം നീ ചൊല്ല്. എന്നിട്ട് നീ കൈ ഉയർത്ത് അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു സ്വീകരിക്കുമെന്ന് മുഅ്മിനീങ്ങളെ. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അർശിനെ വരെ കുലുക്കാൻ കഴിയുന്ന ഈ അത്ഭുതകരമായ ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ
ഞാൻ ചൊല്ലും, എനിക്ക് ഇത്തരം പ്രയാസമുണ്ട് തങ്ങളെ, എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ മകൻ്റെ പ്രയാസങ്ങൾ, വീട് പണി പൂർത്തിയാകുന്നില്ല, വീടില്ലാത്തവര് ഭൂമി പോലും ഇല്ല തങ്ങളെ, വാടക വീട്ടിലാണ്. നീ ചൊല്ലിക്കോ ഈ ഇസ്മിനെ നീ ചൊല്ലി പൊട്ടിക്കറിഞ്ഞ് നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്കൊരു ഹൈറായൊരു മസ്കൻ, ഒരു ഭവനം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അല്ലാഹു നൽകും എൻ്റെ മുഅ്മിനീങ്ങളെ. ഒരു 15 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, ഒരു 15 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്താൽ മതി ഒരു ദിവസം. നിനക്ക് പറ്റുന്ന സമയത്ത് ഒരു ദിവസത്തിൽ നിനക്ക് എപ്പോഴാ പറ്റുക? സുബഹിന്റെ ശേഷമാണോ? ചൊല്ലിക്കോ. അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമാണോ? നീ ചൊല്ലിക്കോ. ഈ 2 ഖൈറായ ദിവസത്തിന്റെ 2 സമയങ്ങൾ ഇൻഷാ അല്ലാഹ് നീ ചൊല്ലിക്കോ. അർശിനെ കുലുക്കി എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്ക്. അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലാൻ തയ്യാറായി അല്ലേ? തയ്യാറല്ലേ? ഈ സയ്യിദിയ മജ്ലിസിൽ കാണുന്ന തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് എന്നെ അറിയിക്കാൻ വേണ്ടി കമന്റ് ബോക്സിൽ എഴുത് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ഞാൻ തയ്യാറാണ് തങ്ങളെ, ഇത് ഞാൻ ദിവസവും ചൊല്ലുന്നുണ്ട്. തങ്ങൾ ദുആ ചൊല്ലുന്നുണ്ട് തങ്ങളെ, ദുആ ചെയ്യണേ. അങ്ങനെ എഴുത്. അറിയാത്തവര്, ആദ്യമായി കേൾക്കുന്ന ഈ ഇസ്മിനെ ആദ്യമായി പരിചയപ്പെടുന്ന ആളുകൾ, തങ്ങളെ ഇന്നു മുതൽ ഇതാ ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. എഴുതി അറിയിക്കുക ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ഇന്നു മുതൽ എൻ്റെ എല്ലാ സകലമാന കാര്യങ്ങൾ, ഹലാലായ എൻ്റെ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ഇന്ന് ഇതാ ഈ സയ്യിദിയ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കാൻ തയ്യാറാണ് തങ്ങളെ. ഇന്ന് മുതൽ ഞാൻ പ്രാവർത്തികമാക്കാൻ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. എഴുതി അറിയിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചൊല്ലാൻ, പ്രാവർത്തികമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അത്രയും ശ്രേഷ്ഠമായ ഈ ഇസ്മി ഏതാണ്? ഈ പവർഫുള്ളായ അത്ഭുതകരമായ ഈ ഇസ്മി ഏതാണ്? അല്ലാഹുവിൻ്റെ അർശിനെ വരെ കുലുക്കാൻ കഴിയുന്ന ഈ ഇസ്മി ഏതാണ്? ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകളെ നമ്മുടെ മജ്ലിസിലേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്? ഇനി വരുന്ന തിങ്കളാഴ്ചയാണ്, ശനിയും തിങ്കളുമാണ് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ട് ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സകലമായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി, പരിപൂർണമായി അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ. സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് നീറുന്ന വേവലാതികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, എടങ്ങേറുകൾ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ധാരാളം അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾ, ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇമ്മരപ്പടിയിലേക്ക് വരുന്നവരുണ്ട്. അല്ലാഹ് അവരെ സകലമായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എടങ്ങേറുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹ് നീ ബാത്തിലാക്കണേ അല്ലാഹ്. അതിൻ്റെ മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് എടുക്കാം. എന്താണ് അത്ഭുതകരമായിട്ടുള്ള ആ ഇസ്മ? അത്ഭുതകരമായിട്ടുള്ള ആ ഇസ്മി ഏതാണ് ആ ഇസ്മ? ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഏതാണ് ആ ഇസ്മ? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഏതാണ്? ഒന്നും കൂടി ശ്രദ്ധിച്ചോ. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇതാണ് ഇൻഷാ അല്ലാഹ് ഒരു 15 പ്രാവശ്യം നിങ്ങൾ ചൊല്ലേണ്ടത് ജീവിതത്തിൽ എല്ലാ ദിവസവും. പിന്നീട് നമ്മളെ മുറാദുകൾ പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ.
രാജാതിരാജനായ അല്ലാഹ് നിന്റെ അർശും നിന്റെ കലമും ലൗഹും സ്വർഗ്ഗവും നരകവും മലക്കുകളും ജിന്നുകളെയും സംരക്ഷിച്ചു പരിപാലിക്കുന്നവനായ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനോട് നമ്മൾ തേടേണ്ടത്. അല്ലാഹുവിൻ്റെ അർശ് വരെ കുലുങ്ങുന്ന ഈ ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ഒരു 15 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ജീവിതത്തിൽ ദായിമാക്കാൻ, ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരും എൻ്റെ കൂടെ നമുക്കൊരു 15 പ്രാവശ്യം നമുക്ക് ഇന്ന് തുടക്കം കുറിക്കാം. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് തുടക്കം കുറിക്കാൻ ഒരു 15 പ്രാവശ്യം. ഇനി എന്നും നിങ്ങൾ 15 പ്രാവശ്യം ചൊല്ലണം. ഞാൻ ചൊല്ലാം. ഞാനിത് ദായിമാക്കാം തങ്ങളെ. എൻ്റെ പ്രയാസങ്ങൾ മാറാൻ, എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി ഉണ്ടാവാൻ, എൻ്റെ ഞെരുക്കങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, കടങ്ങൾ വീടാൻ തങ്ങളെ. എൻ്റെ വീടിൻ്റെ ആധാരം ബാങ്കിലാണ്, ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, അതിൽ നിന്നൊക്കെ റാഹത്ത് ലഭിക്കാൻ, ഒരു സംരക്ഷണം ലഭിക്കാൻ, ഇനി അത്തരം പ്രയാസങ്ങൾ വന്നുപോയി ചാടാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലിക്കോ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മകന്റെ കല്യാണ വിവാഹ കാര്യങ്ങൾ റെഡിയാവാൻ, മകളുടെ വിവാഹ കാര്യങ്ങൾ റെഡിയാവാൻ, അങ്ങനെ ധാരാളം മുറാദുകൾ, മകന്റെ ജോലി റെഡിയാവാൻ, ഭർത്താവിന്റെ ജോലി റെഡിയാവാൻ, വീട് പണി പൂർത്തിയാവാൻ, വീടില്ലാത്തവര്, അങ്ങനെ ധാരാളം മുറാദുകൾ, രോഗികൾ ഇൻഷാ അല്ലാഹ് രോഗങ്ങൾ പരിപൂർണ ശിഫ ലഭിക്കാൻ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്ത് സംരക്ഷിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലി. എൻ്റെ കൂടെ ഒരു 15 പ്രാവശ്യം, കൂടുതലൊന്നും എന്നും ഇതേപോലെ ഒരു 15 പ്രാവശ്യം നിങ്ങളും ചൊല്ലണേ. ഇത് ദായിമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽകി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله എന്നും ഇൻഷാ അല്ലാഹ് ഒരു 15 പ്രാവശ്യം നിങ്ങൾ ദായിമാക്കണേ. എന്നിട്ട് പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്യ്. അല്ലാഹുവിന്റെ ദുആ സ്വീകരിക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ അർശിനെ കുലുക്കാൻ കഴിയുന്ന ഈ ദിക്റിനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ ഇതിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ തമ്പുരാനെ.
ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇരു കരങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ മജ്ലിസ് കാണുന്നവരിൽ വലിയ വിഷമത്തിലിരിക്കുന്ന ആളുകളുണ്ട്, വലിയ പ്രയാസത്തിലിരിക്കുന്ന ആളുകളുണ്ട്, ഞാൻ അറിയുന്ന ആളുകളുണ്ട്, എന്നുമായി ബന്ധപ്പെടുന്നവർ നിരന്തരം ഞങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ ദുആ ചെയ്യണേ, വലിയ ഇടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളെ ദുആ ചെയ്യണേ, ഞങ്ങളെ ദുആ ചെയ്യണേ, തങ്ങളെ ദുആ മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് മജ്ലിസ് സ്ഥിരമായി കാണുന്നവരുണ്ട്. ഒരു മജ്ലിസ് കണ്ടാൽ മുന്നേ പറഞ്ഞതുപോലെ കണ്ടില്ലെങ്കിൽ അത് അടിച്ച് തപ്പിയെടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഈ ഇൽമിനെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്കെല്ലാം നീ തക്കതായ പ്രതിഫലം നീ കൊടുക്കണം അല്ലാഹ്. ഇൽമിന്റെ മജ്ലിസ് ആണല്ലോ ഇവിടെ പറയുന്ന ഓരോരോ ഇൽമിന്റെയും ഓരോരോ അമലിന്റെയും അല്ലാഹുവേ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരെ സകലമാന മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഓരോരോ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ സകലമാന മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. ഇഖ്ലാസോടുകൂടി നമുക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. ആമീൻ പറഞ്ഞോ. വീട്ടിലുള്ളവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരുന്ന് ഇൻഷാ അല്ലാഹ് ആമീൻ പറയും. അതാണല്ലോ കൂട്ടമായിട്ടുള്ള നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ കൂട്ടമായിട്ടുള്ള ദുആ, ഈ സയ്യിദി മജ്ലിസിന്റെ കൂട്ടായ്മ, നമ്മൾ മജ്ലിസ് കാണുന്നത് എല്ലാവരും ഇരുത്തിക്കൊണ്ടായിരിക്കണം. നമ്മുടെ മക്കളുണ്ടാവും, പേരമക്കളുണ്ടാവും, മരുമക്കളുണ്ടാവും, എല്ലാവരും കൂട്ടി ഇരുത്തിയാണ്ട് ദുആ ചെയ്യുക. ആമീൻ എടുക്ക്, ഒറ്റക്കെടുക്കല്ലേ, എല്ലാവരും കൂട്ടി വിളിച്ച് ആമീൻ എടുക്ക്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവിനെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ സയ്യിദി മജ്ലിസിൽ രോഗികളാണ് അല്ലാഹ്, രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ്, ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, സ്ട്രോക്ക് നൽകല്ലേ അല്ലാഹ്, ബ്ലോക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കാലുവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മാറാത്ത കാലുവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഇബാദത്തിന് തടസ്സപ്പെടുന്ന അല്ലാഹുവേ അവയവ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. നീ രോഗികൾ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഡയാലിസിസ് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. കിഡ്നിയിൽ സ്റ്റോണിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഫാറ്റ് ലിവറിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഹെർണിയയുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. വയറ് സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. വയറ്റിൽ അല്ലാഹ് പുണ്ണ് വന്നവരല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. വയറ്റിൽ മുഴ വന്നവരല്ലാഹ് അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. തല സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മൈഗ്രെയിൻ പോലുള്ള തലവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. മാറാത്ത തലവേദന അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, തന്നുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്.
അല്ലാഹുവേ നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവർ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നല്ല കേൾവി ശക്തി അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാഴ്ച ശക്തി മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ്ണ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നല്ല കാഴ്ച ശക്തി അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തിമിരം വന്ന് കാഴ്ച ശക്തി കുറഞ്ഞു പോയവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൂക്കിനകത്ത് ദശ വന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇത്തരം അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അല്ലാഹുവേ പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്, നീ മാറ്റല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. അത്തരം അസുഖം ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ലാഹ്, പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങള് ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ ഒരു പ്രവാസിക്കുള്ള പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥകൾ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. അവരെ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കഫീലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, തനാസുലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇഖാമയുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ധാരാളം പ്രവാസികളുണ്ട് അല്ലാഹ്. അല്ലാഹു അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കണേ അല്ലാഹ്, അതിൽ നിന്നൊക്കെ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. മകന്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. മകൻ അല്ലാഹു അറബിക്കടലിൽ കൊടുന്ന അക്കരയാണ് തങ്ങളെ, ജോലി തേടിപ്പോയതാണ്, റൂമിലാണ് അല്ലാഹ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലിനെ അടുപ്പിക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. മക്കളുടെ കല്യാണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്, അല്ലാഹുവേ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്. ദീനിന് ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്. പ്രൗഢികളും തമ്മാടികളുമാക്കല്ലേ അല്ലാഹ്, തമ്മാടികളുമാക്കല്ലേ അല്ലാഹ്. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, എൻ്റെ ദ്വീപ് നിവാസികൾ, ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ദ്വീപുകാർ നീ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നീ കാത്തോളണേ അല്ലാഹ്, കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും നീ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞാൻ പറഞ്ഞ ഒരു പ്രയാസങ്ങളും അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അതിൽ നിന്നൊക്കെ ഒരു കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ കാവൽ നൽകണേ അല്ലാഹ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട് അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട് അല്ലാഹ്, ഇടങ്ങേറുകൾ പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട് അല്ലാഹ്. ധാരാളം ആളുകൾ കാണുന്ന മജ്‌ലിസാണ് അല്ലാഹ്. ഒരാൾ ആമീൻ പറഞ്ഞാൽ ഞങ്ങളെ ദുആ മുതലായി അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവരെല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ തളർത്തല്ലേ അല്ലാഹ്. ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്. മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക്
നീ നൽകല്ലേ അല്ലാഹ്. തല കുനിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാഹ്. മുട്ടുമടക്കേണ്ട അവസ്ഥ നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്തു കഴിഞ്ഞാൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചു. ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങളോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്. എന്നിട്ട് റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ഈ റജബ് മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്തു അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഈ മാസത്തെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകമല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. ഹറാമാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആരംഭപ്പൂവായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്. ഹുദവി നൽകണേ അല്ലാഹ്. ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ സ്നേഹിച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ്. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മഅഫറത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്ത എല്ലാ നന്മകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിന് ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാൽ നിന്ന പൊന്നുമ്മ ഖബറിലാണ് അല്ലാഹ്. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാഹ്. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോടെ നീ വിശാല നൽകണേ അല്ലാഹ്. നീ വിശാല നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. നീ സംരക്ഷിക്കണേ അല്ലാഹ്. നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാഹ്. കാവൽ കൊടുക്കണേ അല്ലാഹ്. അവർക്കൊരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്കൊരു ഇടങ്ങേറും നീ കൊടുക്കല്ലേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ 2 ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്ന ആഗ്രഹമുള്ള ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മളെ കൂട്ടത്തിലുള്ളവരും നമ്മളെ കുടുംബത്തിലുള്ളവരും നമ്മളെ അയൽവാസികളുള്ളവരും നമ്മളുമായി ബന്ധപ്പെടുന്നവരും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനെ അവരിലേക്കും ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇനി കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യുക. സീറ്റുകൾ ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാൻ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് ഈ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്നും നിർത്തി
വൃക്കദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും പോവാൻ അല്ലാഹ് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് കൂട്ടി ചെയ്ത് ഉറപ്പ് വരുത്തുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്താണ്. അതിൻ്റെ സാമ്പത്തികമായ വശങ്ങൾ നോക്കുകയാണെങ്കിലും, റൂം സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിലും, ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിലും ധാരാളം ചരിത്രപ്രസിദ്ധമായ ഇടങ്ങൾ ഇൻഷാ അല്ലാഹ്, ചരിത്രപ്രസിദ്ധമായ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു പോവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.